അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വളരെ കുറഞ്ഞ സമയമേ പരീക്ഷയ്ക്കുള്ളൂ. ഹജ്ജ്, ഉംറ പൊതുപരീക്ഷയ്ക്ക് വളരെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ഹജ്ജും ഉംറയും. എന്നല്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയും കൂടിയാണ്. അപ്പോൾ നമുക്കിവിടെ ഉംറയാണ് ആദ്യം നമ്മൾ ചെയ്യാറുള്ളത് അല്ലേ. ഉംറയാണ് അധിക പേര് ചെയ്യുന്നത്. ഉംറ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഹജ്ജും പറയും. അപ്പോൾ ഉംറയുടെ പ്രതിഫലം ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള ഇടയിലുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരും, കഫാറത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി മഹത്വമുള്ള ഒരു സംഭവമാണ് ഉംറ. ഇനി ഈ ഉംറ നേരെ ഇവിടുന്ന് ഇഹ്റാം ചെയ്ത് നവൈത്തുൽ ഉംറത ലില്ലാഹി തആല, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യുന്നു എന്ന് കരുതി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ മക്കയിലെത്തുന്നു. അവിടുന്ന് തവാഫാണ് ആദ്യം ചെയ്യുക. ഉംറക്ക് ആദ്യം ചെയ്യുക. ഉംറയുടെ വേഷമൊക്കെ ധരിച്ച് ഇഹ്റാം ചെയ്ത് നമ്മൾ നേരെ മക്കയിലെത്തി ആദ്യം ചെയ്യുന്നു. വളരെ ഷോർട്ടാക്കിയിട്ടാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഈ ഹജറുൽ അസ്വദിൻ്റെ ആ ഭാഗത്ത് നിന്ന്, ഹജറുൽ അസ്വദ് ഇവിടെ അടയാളപ്പെടുത്തിയതായിട്ട് കാണാം, ഈ ഭാഗത്തു നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്. കഅബയുടെ ഇടതുഭാഗത്താക്കിയിട്ടാണ്, കഅബ നമ്മുടെ ഇടതുഭാഗത്താക്കിയിട്ട് നമ്മൾ തുടങ്ങണം. ഓക്കെ, ഇതിൽ ഓരോന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കഅബയുടെ ഡോറ് കാണാം. ഇതുപോലെ ഹിജർ ഇസ്മായിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. റുക്കുനുൽ ഇറാഖി ഉണ്ട്, റുക്കുനുൽ ഷാം ഉണ്ട്, റുക്കുനുൽ യമൻ ഉണ്ട്. ഇങ്ങനെ പിന്നെ ഓരോന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി അതിനെ മുത്തിയിട്ട് അതിനോട് നേരെ മുന്നിട്ട് നിന്ന് അത് കഴിഞ്ഞ് പിന്നെ കഅബ നമ്മുടെ ഇടതുഭാഗത്താക്കി നമ്മൾ നടക്കുകയാണ്. റുക്കുനുൽ ഇറാഖിയിലേക്ക് നടന്ന്, ഷാമിലേക്ക് നടന്ന്, യമനിലേക്ക് നടന്ന്, ഇങ്ങനെ 4 മൂലകളിലൂടെ കറങ്ങി നമ്മൾ ചെയ്യുമ്പോൾ ഒരു തവാഫ് പൂർത്തിയാവും. ഇങ്ങനെ 50 തവാഫ് ഒരാൾ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, അവൻ്റെ എല്ലാ പാപങ്ങളും ഒരു കുട്ടി ജനിക്കുമ്പോൾ ഏത് രൂപത്തിലാണോ ഉള്ളത് അതുപോലെ സംശുദ്ധമാകും എന്ന് ഹദീസിലുണ്ട്. നമുക്ക് ഉംറയ്ക്ക് 7 തവാഫാണ് വേണ്ടത്. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കാണുന്ന അല്ലേ, ഇവിടെ നിന്ന് മഖാമ് ഇബ്രാഹിം ഇവിടെ പ്രത്യേകം നോക്കിയാൽ കാണാം, ഇവിടെ വെച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. മസ്ജിദുൽ ഹറമിൽ നിന്നോ 2 റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും. അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ എന്ത് ചെയ്യും? തവാഫ് കഴിഞ്ഞ് നമുക്ക് സഅയാണ് ചെയ്യാനുള്ളത്. സൊഫ മർവക്കിടയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? സഅയ് ചെയ്യണം. ഇതാണ് സൊഫ. ഈ മലയിലേക്ക്, ചെറിയ കുന്നാണ്, ഇവിടേക്ക് കയറണം. പിന്നെ ഇത് മർവ. ഈ 2 മലയിലേക്ക് എന്ത് ചെയ്യണം? നടക്കണം. സൊഫ മർവ 2 മലയിലുണ്ട്. ആ മലയിൻ്റെ ഇടയിൽ കൂടെ 7 പ്രാവശ്യം സഅയ് ചെയ്യണം. സഅയ് എന്നാൽ നടക്കുക. 7 പ്രാവശ്യം സഅയ് ചെയ്യണം. ഇതാണ് സൊഫ മർവ. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? മുടി കളയും. ഇതോടുകൂടെ ഉംറ കഴിഞ്ഞു. ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ പിന്നെ എണ്ണ ഇടാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, പിന്നെ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, പുരുഷൻ തല മറക്കാൻ പാടില്ല, സ്ത്രീ മുഖം മറക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ഉംറയുടെ ഇഹ്റാം ചെയ്ത്. പിന്നെ മുടി വെട്ടലോടുകൂടെ ഉംറ കഴിഞ്ഞു. പിന്നെ നമുക്ക് എണ്ണ പുരട്ടാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഉംറ കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഒരു തവാഫ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? പോരണം. ഇത്രയേ എന്തുള്ളൂ ഉംറക്കുള്ളൂ. ഇനി നമുക്ക് ഹജ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ദുൽഹിജ്ജ, ഉംറ വളരെ കുറഞ്ഞ രൂപമേ ഉള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത്
ഉംറയാണ്. ഉംറ എന്ന് പറയുമ്പോൾ ദുൽഹിജ്ജ 8-നാണ് ഉംറ തുടങ്ങുന്നത്. അത് ദുൽഹിജ്ജ 8-ന് നമ്മൾ നവൈത്തുൽ ഹജ്ജത ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഞാൻ കരുതുന്നു എന്ന് നിയത്ത് വെക്കുന്നു. ദുൽഹിജ്ജ 8-ന് മിനയിൽ നമ്മൾ താമസിക്കും. നമുക്കറിയാം, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഫേമസ് സിറ്റികളാണ്. ഏകദേശം ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് 8 കിലോമീറ്റർ ടു ദ ഈസ്റ്റ് ഓഫ് മക്ക. മക്കയുടെ ഈസ്റ്റ് ഭാഗത്ത് 8 കിലോമീറ്ററുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് എന്തു പറയുന്നത്, മിന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ദുൽഹിജ്ജ 8-ന്, ഇവിടെ ഒരുപാട് കണ്ടോ, ഇതൊക്കെ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് ഇതിലൊക്കെ ഓരോരുത്തർക്ക് താമസിക്കാം കേട്ടോ. ഇതിലാണ് ജനങ്ങൾ താമസിക്കുന്നത്. ദുൽഹിജ്ജ 8-ൻ്റെ അന്ന് മിനയിൽ രാപ്പാർക്കുന്നു. ദുൽഹിജ്ജ 9-ൻ്റെ അന്ന് രാവിലെ ജനങ്ങൾ അറഫയിലേക്ക് പോകും. ഇതാണ് അറഫ മല. ഇവിടെ നിന്നാണ് ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബിവിയും കണ്ടുമുട്ടിയ അറഫ മല. ഇവിടെ വെച്ചിട്ട് ദുൽഹിജ്ജ 9-ന് രാവിലെ അറഫയിൽ വെച്ചിട്ട് മനുഷ്യന്മാർ ഇവിടെ ഒരുമിച്ച് കൂടുന്നു. ഇവിടെ നിന്നാൽ മതി, ജസ്റ്റ് ഒന്ന് നിന്ന് ഇവിടെ നിന്ന് ദുആ ചെയ്യുക എന്നാണ് കാര്യമായിട്ടുള്ള ഒരു പരിപാടി. ഇനി അത് കഴിഞ്ഞ് നമ്മൾ മുസ്ദലിഫയിലാണ് ദുൽഹിജ്ജ 9-ൻ്റെ അന്ന് രാത്രി കാണുന്ന ടൗൺ. രാത്രി മുസ്ദലിഫ നൈറ്റ് വ്യൂ ആണിത്. ഇവിടെയാണ് ജനങ്ങൾ താമസിക്കുക, മുസ്ദലിഫയിൽ. ഓക്കെ, മുസ്ദലിഫയിൽ ദുൽഹിജ്ജ 9-ൻ്റെ അന്ന് മുസ്ദലിഫയിൽ രാപ്പാർക്കും. അങ്ങനെ ദുൽഹിജ്ജ 9 കഴിഞ്ഞ് പിന്നെ ദുൽഹിജ്ജ 10 അഥവാ പെരുന്നാളിന് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമ്മൾ തവാഫ്, ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട തവാഫ്, ഇഫാദത്തിൻ്റെ തവാഫ് എന്നൊക്കെയാണ് ഇതിന് പറയാം. ഇത് നമ്മൾ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി കഅബയെ ഇടതുഭാഗത്താക്കി. നമ്മുടെ ഹൃദയം ഇടതുഭാഗത്താണല്ലോ. ഹൃദയവും കഅബയും പരസ്പരം ടച്ച് ചെയ്ത് ഹൃദയത്തിൽ കഅബ മാത്രം ലക്ഷ്യം വെച്ച് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കറങ്ങുകയാണ്, മറ്റു ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ ദുൽഹിജ്ജ 10-ൻ്റെ അന്ന്, ഇവിടെ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യും, തവാഫ് ചെയ്യും. 7 പ്രാവശ്യം കഅബയെ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യും. മഖാം ഇബ്രാഹിമിൽ നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് ജംറത്തുൽ അഖബ ദുൽഹിജ്ജ 10-ൻ്റെ അന്ന് ചെയ്യാനുള്ള ഒന്നാണ്. മിനയിൽ പോയി ജംറത്തുൽ അഖബ, ഇതിൽ ഒരു തൂണ്, 3 വരെയാണ്. ജംറത്തുൽ അഖബയാണ് ഇതിലാദ്യം കാണുന്ന തൂണ്. ഇതിന് എറിയണം. ഒരു തൂണിന് 7 കല്ല് എറിയണം. 7 പ്രാവശ്യം 7 തൂണിന് എറിയണം. ഓക്കെ, പിന്നീട് ജംറത്തുൽ അഖബക്ക് എറിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അറവ് നടത്തും, മുടി കളയും. ഇതൊക്കെയാണ്. പിന്നീട് നമ്മൾ സഅയ്, നേരത്തെ പറഞ്ഞതുപോലെ സഅയ്, സഫ മറുവിൽക്കിടയിൽ 7 പ്രാവശ്യം സഅയ് ചെയ്യും. ജനങ്ങൾ പോകുന്ന ദൃശ്യമാണ്. ഈ ഒരു വഴിയിലൂടെ സഫ മറുവയിൽ 7 പ്രാവശ്യം സഫ മറുവൽക്കിടയിലൂടെ നടന്നു പോകും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഇത് ജന്നത്തുൽ, ഞാനൊന്ന് കാണിക്കാൻ വിട്ടു പോയിട്ടുണ്ട്. അത് ജന്നത്തുൽ ഖദീജ ബീവിയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മകൻ്റെയും ഖബറുള്ള ഒരു സ്ഥലമാണ് മക്കയിൽ. അത് നമ്മൾ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ദുൽഹിജ്ജ 10-ൻ്റെ അന്നുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഈ ദുൽഹിജ്ജ 11, 12, 13-ൻ്റെ അന്ന് ഇവിടെ കാണുന്ന 3 തൂണുകൾക്ക് 7 വിധ കല്ല് വെച്ചെറിയുന്നു. അപ്പോൾ ജംറത്തുൽ അഖബക്ക് 7 കല്ല് എറിയുന്നു, അടുത്ത തൂണിന് 7 കല്ല്, അടുത്ത തൂണിന് 7 കല്ല്, അങ്ങനെ 21 കല്ല് എറിയുന്നു ഒരു ദിവസം. രണ്ടാമത്തെ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, 21 പ്രാവശ്യം, ഒരു തൂണിന് 7 പ്രാവശ്യം വെച്ച് 3 തൂണുകൾക്ക് എറിയുന്നു. അങ്ങനെ മൂന്നാമത്തെ ദിവസവും ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങളിൽ മിനയിൽ പോയി ഈ 3 തൂണുകൾക്ക് ഒരു തൂണിന് 7 കല്ല് വീതം വെച്ച് നമ്മൾ എറിയുന്നു. അങ്ങനെ ടോട്ടൽ 21. ഫസ്റ്റ് ദിവസം 21, 2 ദിവസമാമത്തെ 21,
42. പിറ്റേ ദിവസവും 21. 42ഉം 20ഉം 60 അല്ലേ. 62ഉം 63 കല്ല് എറിയുന്നു. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ഈ കല്ല്, ഇതിന് മാത്രം 7 കല്ല്, അങ്ങനെ 70 കല്ലുകൾ ശേഖരിച്ച് മനുഷ്യൻ എന്ത് ചെയ്യും, ഈ ജംറകൾക്ക് നേരെ എറിയും. അതോടുകൂടെ ഇത് കഴിഞ്ഞ് പോരാൻ നേരത്ത് കഅബക്ക് ഒരു തവാഫ് ചെയ്ത് വിട വാങ്ങൽ തവാഫ് ചെയ്തതോടുകൂടെ ഹജ്ജ് കഴിയും. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ തവാഫ് കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് ഇനി നമുക്ക് പോകാനുള്ളത് മദീനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫുള്ള റൗള ഷരീഫ് നബി തങ്ങൾ പറഞ്ഞു, ഹജ്ജ് ചെയ്തിട്ട് ഒരാൾ മക്കയിൽ വന്നിട്ട് എന്നെ സന്ദർശിക്കാതെ പോകുന്നവൻ എന്നോട് പിണങ്ങിയവനാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എൻ്റെ ഖബർ സന്ദർശിച്ചാൽ അവൻ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയാണ്. ഞാൻ അവനിക്ക് ഷഫാഅത്ത് ചെയ്യും. എൻ്റെ ഖബർ സിയാറത്ത് ചെയ്തവനെ ഞാൻ നാളെ അവനെ സ്വർഗത്തിലേക്ക് കൈപിടിക്കും, ഷഫാഅത്ത് ചെയ്യും എന്നൊക്കെ ഒരുപാട് ഹദീസുകൾ നബി തങ്ങളുടെ സിയാറത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മദീനയിൽ ഉള്ള പ്രധാനപ്പെട്ട സ്ഥലമാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന മാ ബൈന ഖബരി വമിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിൽ നിന്നുള്ളൊരു പൂന്തോപ്പാണെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ച് ജനങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദീജ ബീവി അല്ലാത്ത മറ്റു ഭാര്യമാരുടെയൊക്കെ ഖബറുള്ള ഒരു സ്ഥലമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളുടെ ഖബറുള്ള ജന്നത്തുൽ ബഖിയ, മദീനയുടെ അടുത്തുള്ളൊരു ഖബറാണ്. ഇതും മദീനയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇനി ബദറിലുണ്ട് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുള്ള സ്ഥലമാണ്. മദീനയിൽ നിന്ന് അല്പം പോയാലാണ് എന്തുള്ളത്, ബദർ യുദ്ധം നടന്ന മലകളുള്ളത്. ഇതൊക്കെ മദീനയുമായി ചുറ്റിപ്പറ്റിയ സ്ഥലങ്ങളാണ്. ഇങ്ങനെയുള്ള അതിമനോഹരമായ ഹജ്ജും ഉംറയും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ഹജ്ജ് കുറ്റമറ്റ ഒരു തെറ്റുമില്ലാത്ത രൂപത്തിൽ ഹജ്ജ് ചെയ്താൽ അവനിക്ക് സ്വർഗമാണ് പ്രതിഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ.